നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ അബുദാബിയാണ്. ഫസ്റ്റ് ഡേ ഇൻ ദുബായ് എന്നും പറയാം. കാരണം ഇന്നാണ് നമ്മൾ ദുബായ്ക്ക് പോകുന്നത്. അപ്പോൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ MJയുടെ സ്റ്റെപ്സ് കോപ്പി അടിക്കുന്ന ആരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടുഗെദർ വിത്ത് ശ്രദ്ധ. അപ്പോൾ നമ്മൾ ദുബായിലേക്കുള്ള യാത്ര പോകുന്ന വഴിയാണ്. ദുബായിലുള്ള നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് ആണ്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1 hour 50 minutes ആണ് ഗ്ലോബൽ വില്ലേജ്. ഇത് കണ്ടോ, വലിയൊരു ഫെറിസ് വീൽ അല്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലണ്ടൻ ഐ ആണ്. ഇവിടെ ഉണ്ട് ദുബായ് ഐൻ ഉണ്ട്. ഐൻ ദുബായ് ആണോ? ഐൻ മീൻസ് ഐ ഓൺലി ഇൻ അറബിക്. ഇപ്പൊ ഷോ മാത്രമേ ഉള്ളൂ. ഇവർക്ക് പിന്നെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ മതിയാവല്ലോ. 2 വർഷമായിട്ട് കറങ്ങുന്നേ. 2 years ആയില്ലേ നിർത്തിയിട്ട്. ഇത് ഇന്ത്യ. നേരെ നോക്കിയപ്പോ ഇന്ത്യ കണ്ട്. ഇത് ഇന്ത്യ അല്ല, ഇറാൻ. അല്ല, ഇന്ത്യ. Come on guys, I'm not flying. ഞാൻ അപ്പുറത്തെ സൈഡാ നോക്കിയത്. വലുതാ ഓരോന്നിന്റെയും വലിയ ഓരോന്നിന്റെയും പകലില്ലേ. യൂട്യൂബിൽ ശ്രദ്ധ. Subscribe to her. Don't subscribe to her. She's a very bad sister. Don't listen to her. She's a very bad subscriber. അപ്പം ദുബായിൽ എൻ്റെ ആദ്യത്തെ വിസിറ്റാണ്. ഗ്ലോബൽ വില്ലേജ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഗ്ലോബൽ വില്ലേജ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇതുപോലെ ഓരോ വീഡിയോസിലും ഓരോരുത്തർ പോയ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിലുപരി ഒരു കൾച്ചറൽ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാണ്. കാരണം 90 കൺട്രീസിൻ്റെ പവലിയൻസ് ആണ് ഗ്ലോബൽ വില്ലേജിലുള്ളത്. ദിവസവും ഒരു 40,000 ആൾക്കാർ വന്നു പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഓരോ രാജ്യത്തിൻ്റെ പവലിയനിൽ പോകുമ്പോഴും അതാത് രാജ്യത്തിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ഫുഡ്, ഡ്രസ്സ് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ആ രാജ്യത്ത് പോകാതെ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരോ രാജ്യത്തിൻ്റെയും ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്തു. ഷവർമ, കബാബ്, കുനാഫ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. ഓരോ രാജ്യത്ത് പോയപ്പോഴും അതിൻ്റെ രാജ്യത്തിൻ്റെ തന്നെ ആർട്ട് ഫോമും അതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ കണ്ടായിരുന്നു. നമ്മളൊരു 4 hours ആണ് ഗ്ലോബൽ വില്ലേജിൽ സ്പെൻഡ് ചെയ്തത്. പക്ഷെ ശരിക്കും അത്രയൊന്നും പോരാ. അതിൽ കൂടുതൽ സമയം വേണം ഗ്ലോബൽ വില്ലേജ് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടു കഴിയാൻ. അങ്ങനെ ജപ്പാൻ പവലിയനിൽ പോയപ്പോഴാണ് ആര്യൻ്റെ കണ്ണ് ഒരു ഖട്ടാനയിൽ സ്ട്രൈക്ക് ചെയ്തത്. അങ്ങനെ അവൻ ആ ഖട്ടാന വാങ്ങിച്ചു. അതിനുശേഷമുള്ള ഖട്ടാന ഷോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം നമുക്ക് വിശന്നു. പിന്നെ നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ചൈനീസ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ചുള്ള റൂമിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ വ്യൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So it's me, Shraddha, signing out for today.